വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് ജസീന. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പിസ്സയാണ് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ ഫ്രൈ പാനിൽ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ അതിനായിട്ട് ഞാൻ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് പഞ്ചസാരയും അതുപോലെ ആക്റ്റീവ് ഈസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മിൽക്ക് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്താലും മതി. അതിലേക്ക് 1 നുള്ളു ഉപ്പും 1 സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. 2-3 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് ഒരു നനഞ്ഞ തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടോ ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂർ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി പിസ്സ സോസ് തയ്യാറാക്കാനായിട്ട് ഞാൻ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ സവാളയും ക്യാപ്സിക്കവും ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതുപോലെ 2 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ഈ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണ് ചില്ലി പൗഡർ, ചില്ലി ഫ്ലെക്സ്, അതുപോലെ 2 ടേബിൾ സ്പൂണ് കെച്ചപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഓറിഗാനോ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിൽ കെച്ചപ്പിൻ്റെ കൂടെ ചില്ലി പൗഡറോ ചില്ലി ഫ്ലെക്സോ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇപ്പോൾ നമ്മുടെ മാവ് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എയർ ബബിൾസൊക്കെ കളഞ്ഞതിന് ശേഷം കുറച്ച് കൗണ്ടർ ടോപ്പിലേക്ക് മൈദ തട്ടിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഞാൻ റൗണ്ട് ഷേപ്പിനായിട്ട് പരത്തിയെടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഫ്രൈ പാനിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്തൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒരുപാട് നൈസായിട്ട് പരത്തിയെടുക്കരുത്, അത്യാവശ്യം കട്ടിക്ക് തന്നെ പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് എയർ ബബിൾസ് ഒന്നും പൊങ്ങി വരാതിരിക്കാനായിട്ട് നമുക്കൊരു ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് ഹോൾട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. അടിയൊന്നും കരിഞ്ഞു പോവാതെ തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒട്ടും തന്നെ ഇതിപ്പോൾ കരിഞ്ഞു പോയിട്ടില്ല. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസ് കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ അത്യാവശ്യം കട്ടിക്ക് തന്നെ നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിലായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മൊസല്ല ചീസാണ്. ഇതിൻ്റെ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കി എടുക്കുന്ന മൊസല്ല ചീസിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ കടയിൽ നിന്ന് ചെയ്തതും അതുപോലെ വീട്ടിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു മൊസല്ല ചീസിൻ്റെയും സെയിം ടേസ്റ്റ് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലായിട്ട് ക്യാപ്സിക്കവും അതുപോലെ ഫ്രൈ ചെയ്ത ചിക്കനുമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് കൂടി നമുക്ക് മൊസല്ല ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒലീവ്സ് ഉണ്ടെങ്കിൽ ഒലീവ്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒറിഗാനോയും ചില്ലി ഫ്ലെക്സ് കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊരു 5 മുതൽ 10 മിനിറ്റ് വരെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പിസ്സയൊക്കെ ഇവിടെ നല്ലപോലെ വെന്ത് ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പാനിൽ നിന്ന് വിട്ടെടുക്കാം. വളരെ ഈസി ആയിട്ട് വിട്ട് വരുന്നുണ്ട്. ഒട്ടും തന്നെ അടി കരിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ എല്ലാവരും തന്നെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ നൈഫ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. ഒട്ടും തന്നെ അടി കരിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ.